ഹലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടോപ്പിനെ എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് നോക്കിയത്. അപ്പോൾ നമുക്കിന്ന് പാൻറ്റിന് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതും പേപ്പറിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നടുമടക്കുന്നുണ്ട്, പിന്നെ ഒന്നും കൂടി ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഓപ്പൺ ഉള്ള ഭാഗമുണ്ട്, ഓപ്പൺ ഇല്ലാത്ത ഭാഗമുണ്ട്. നമ്മൾ ഓപ്പൺ ഇല്ലാത്ത ഭാഗത്താണ് വരയ്ക്കുക. ഇതൊരു ഇലാസ്റ്റിക് പാൻറ്റാണ്. അപ്പോൾ ഇലാസ്റ്റിക് ആകുമ്പോൾ നമുക്ക് പണി പെട്ടെന്ന് തീരും. മറ്റേ പോലെ വള്ളിയൊക്കെ അടിച്ച് കയറ്റി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മൾ അരവണ്ണം എത്രയാണോ അത് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പായിട്ടിടും. പിന്നെ നമ്മുടെ ലെങ്ത്ത് അത് മാർക്ക് ചെയ്യും. നമ്മൾ താഴേക്കാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. എക്സ്ട്രാ നമ്മളൊരു 2 ഇഞ്ച് തയ്യൽ തുമ്പിടും. നമ്മൾ അവിടെ മടക്കി തയ്ക്കുമല്ലോ, അതുകൊണ്ടാണ് 2 ഇഞ്ച് ഇടുന്നത്. ഇനി നമ്മൾ താഴെ ഭാഗത്ത് നമ്മുടെ കാല് കയറ്റുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിലെടുക്കാം. ഞാനിപ്പോൾ 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. അത് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് 6 ഇഞ്ച് വരുന്നത്. എൻ്റെ അളവിലുള്ളൊരു പാൻറ്റാണിത്. അപ്പോൾ ഞാൻ ഈ പാൻറ്റിന് എത്രയാണോ തുമ്പൊക്കെ വിട്ടുന്നത് അതൊക്കെ മൊത്തം അളന്നിട്ട് ആ ഒരു അളവാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമ്മൾ ആ പാൻറ്റിൻ്റെ കർവ് പോലൊരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് വരയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് 8 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്തായിട്ട് വരുന്നത്, ആ കർവ് വരുന്ന പോർഷനിൽ. അപ്പോൾ നമ്മളത് 8 ഇഞ്ചും എക്സ്ട്രാ 1 ഇഞ്ച് ഉണ്ടല്ലോ അതും നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഒരു ബോക്സ് പോലെ വരച്ചിട്ട് നമ്മൾ അവിടെ ഒരു കർവ് പോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് നമ്മളൊരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ താഴോട്ട് വരയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം അരവണ്ണാണ് എടുത്ത് എക്സ്ട്രാ ഒരു തുമ്പ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാലിൻ്റെ ഭാഗത്തെ അളവും, പിന്നെ നമ്മളൊരു കർവ് ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലെങ്ത്ത് ആ ഒരു കർവിൽ നിന്ന് താഴേക്കും വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് പാൻറ്റ് കട്ട് ചെയ്യുക. ഇനി നമുക്കിത് നിവർത്തി നോക്കുമ്പോൾ 2 ഭാഗം കിട്ടും. ഇനി ഇത് മടക്കി വെച്ച് നോക്കുമ്പോൾ നമുക്ക് പാൻറ്റിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.